അതല്ല, പാലക്കാട്ടേക്ക് ബസ്, ഞാൻ ബസ്സിലാണ് പോണത്, അതുകൊണ്ട് പാലക്കാട്ടേക്ക് എത്തണോ ബസ്. അത്തരം ദുർവാശിയൊന്നും ഹിന്ദു ധർമ്മത്തിനില്ല. ആ ദുർവാശിയൊക്കെ ബാല്യകാലത്തുണ്ടാവും. ബാല്യകാലത്ത് ഹിന്ദു ധർമ്മം ബാല്യകാലമൊക്കെ വിട്ടു. പലരും ബാല്യകാലത്തിൽ നിൽക്കുന്നവർക്ക് ഇപ്പൊ ഇത്തരം ദുർവാശിയൊക്കെ നിന്റെ മുതലാണ്, ഞാൻ ആർക്കും കൊടുക്കില്ല, ഇത് മാത്രം ശരി. ഇങ്ങനെ പിടിച്ചില്ല. കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ആ കുട്ടിക്കാലത്ത് നിൽക്കുക, എന്റെ മാത്രം ശരി ഇല്ലേ. 1000 വട്ടം സ്വന്തം പേര് പറയില്ലേ കുട്ടികളാ പ്രായത്തില്. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴേ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യും, ഞാൻ സ്വന്തം പേര് ചേർത്തിട്ടാ പറയുക അല്ലെ. ഞാനത് ചെയ്യും, ഞാനിത് ചെയ്യും, ഇനി അത് ചെയ്യാം, ഇനി ഇത് ചെയ്യാം. ആ പ്രായത്തിലാ പലരും ഇപ്പൊ നിൽക്കണത്. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ബാല്യകാലാണ്. അത്യാവശ്യം വികൃതി ഉണ്ടാവും, കുശുമ്പുണ്ടാവും, സ്വാർത്ഥത ഉണ്ടാവും. പക്ഷെ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കാം. അത് കണ്ട് കൊതിക്കണ്ട. നമ്മൾ ആ കാലത്തിലല്ല, നമ്മൾ ഉയർന്നു. പഠനവും മുകളിലെത്തി. 1ാം ക്ലാസ്സിൽ ഒരു പുസ്തകം ഉണ്ടാവുള്ളൂ, യൂണിഫോം ഉണ്ടാകും. എന്തും അധ്യാപകൻ പറഞ്ഞ പോലെ ചെയ്യണം. എപ്പോഴാ മൂത്രമൊഴിക്കുക? ടീച്ചർ പറയുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാനേ പറ്റൂ. പോട്ടെ ടീച്ചർ മൂത്രമൊഴിക്കണ്ടെന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കണ്ട. അത് 1ാം ക്ലാസ്. പക്ഷെ PhD തല അങ്ങനെയല്ല. അവിടെ ഒരു ലൈബ്രറി മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ലൈബ്രറി. അവൻ എവിടുന്ന് വിവരം തേടാം? ഒരു ഗൈഡേ ഉള്ളൂ, വഴി തിരിച്ചു കൊടുക്കാൻ ഒരു ഗൈഡേ ഉള്ളൂ. ബാക്കി അവനാണ് കണ്ടെത്തുന്നത്. ഏത് പുസ്തകം വേണം, എവിടെ വേണം, അവൻ അന്വേഷിക്കുന്നു. സ്വാതന്ത്ര്യമുണ്ട്. പഠന സമയം കൃത്യമാണോ? യൂണിഫോം ഉണ്ടോ? എപ്പോഴാ മൂത്രമൊഴിക്കണമെന്ന് അധ്യാപകൻ തീരുമാനിക്കുവോ? അപ്പൊ ഇപ്പൊ അതേ ഈ ഹിന്ദുക്കൾക്ക് ഒരു ചിട്ടിയില്ല. അതങ്ങനെ ഈ ഹിന്ദുക്കളാണ് ചിലത് പറയണതാ, ഒരു ചിട്ടിയില്ല. LP ഇതൊക്കെ ഉണ്ടാവില്ലേ, ഇന്ന സമയത്ത് ഇന്ന പോലെ, ഇപ്പൊ മൂത്രമൊഴിക്കണം, ഇപ്പൊ ഭക്ഷണം കഴിക്കണം, ഇപ്പൊ ഇന്നതാണ്. ബാലവാടി കടത്തി ഉറക്കും. കുട്ടിക്ക് ഉറക്കമില്ലെങ്കിൽ ടീച്ചർ പറയും ഇപ്പൊ ഉറങ്ങേണ്ട നേരാണ്, ഉറങ്ങിക്കൊള്ളണം. അതുപോലെ ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട നേരമാണ്, പ്രാർത്ഥിച്ചോളണം. ഈ സമയത്തല്ലാതെ പ്രാർത്ഥിക്കുമരുത്. ഇപ്പൊ ആരാധനാലയത്തിൽ ഈ ആഴ്ചയിൽ ഇന്ന ദിവസം പോകേണ്ട സമയമാണ്, ഇപ്പൊ അല്ലാതെ പോകരുത്. ഇല്ലപ്പ ഇതൊന്നും. കാരണം നമ്മൾ സർവകലാശാല അങ്ങ് എത്തി, PhD തലത്തിലെത്തി. ഇനി കീഴ്പ്പെട്ട് നോക്കിയിട്ട് കൊതിക്കരുത്. നമുക്കും ഒരു പുസ്തകമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു, നമുക്ക് എല്ലാത്തിനും ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. നമ്മൾ ഇവിടെ നിന്നൊക്കെ വിട്ടു. ഇനി ഒരു മോഹമൊക്കെ ആവാം അല്ലെ, ഗൃഹാതുരത്വത്തോടു കൂടി അല്ലെ. ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടിയ വിദ്യാലയത്തിന്റെ മുറ്റത്തൊന്ന് എത്തിയിരുന്നെങ്കിൽ അത് ഗൃഹാതുരത്വത്തോടു കൂടിയുള്ള ഒരു ഓർമ്മയാകാം. പക്ഷെ അങ്ങോട്ട് പോയേ പറ്റൂ എന്ന് ശഠിക്കരുത്. ഞാൻ അവിടെ പോയിട്ട് ഒന്നും കൂടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഊളംപാറയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു തരും. സംശയമില്ല, ഒരു മോഹമൊക്കെ മനസ്സിലാവും. അപ്പൊ കവിഭാവനയാണ്. ഒരു വട്ടം കൂടിയ അല്ലെ, അത് എത്തട്ടെ. ആ ഗൃഹാതുരത്വമുള്ള ഓർമ്മ, അതിന് കവിത്വ ഗുണമുണ്ട്. പക്ഷെ ഞാൻ പോയിരുന്ന് പഠിക്കും എന്ന് പറഞ്ഞ് അവിടെ ചെന്നിരുന്ന് പഠിച്ചാൽ അടുത്ത വണ്ടിക്ക് ഊളംപാറയ്ക്ക് ടിക്കറ്റ് ഉറപ്പാണ്. അതുകൊണ്ട് അത്തരം പൊട്ടത്തരങ്ങളിലേക്ക് പോകാതിരിക്കുക. നമ്മൾ എത്തിയ തലം മനസ്സിലാക്കുക. എത്തിയ തലം, ആ തലത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ വീക്ഷിക്കുക. കയ്യിലുള്ള മാണിക്യത്തിന്റെ മഹത്വം അറിഞ്ഞ് അതിന്റെ വില മനസ്സിലാക്കുക. കുപ്പിച്ചില്ലാണെന്ന് കണ്ട് വലിച്ചെറിയുന്ന വിഡ്ഢികളുണ്ട്. ഈ ജീവിത രീതി, ഈ ജീവിത വീക്ഷണം, ഇതിൻ്റെയൊക്കെ മഹത്വം അറിയാതെ മറ്റു പലതിൻ്റെയും പുറകെ പോകുമ്പോൾ അവിടെയാണ് ഈ വിത്ത്, സമാജത്തിൽ നിക്ഷേപിക്കുന്ന ഈ വിത്ത് മുളയ്ക്കട്ടെ, വളരട്ടെ. ഹിന്ദു ധർമ്മം ലോകത്തിന് മുഴുവൻ വഴികാട്ടിയാകുന്ന ഒരു വഴിയിലേക്ക് ഈ വിത്ത്, ഈ സ്ഥാപനങ്ങൾ വളരുന്നതോടുകൂടി ഈ വൻവൃക്ഷം വളരും. ലോകത്തിന് മുഴുവൻ ഇത് താങ്ങായും തണലായും മാറും. ഹിന്ദു ധർമ്മം മറ്റൊരു മതവിശ്വാസത്തെയും ഇല്ലാതാക്കിക്കൊണ്ടല്ല. ആരെ ആരാധിച്ചാലും, ആരെ പ്രവാചകനായി കണ്ടാലും ഒരു ഹിന്ദുവായി ജീവിക്കാം. ഒരു ഹിന്ദുവായി ജീവിക്കാം. ആരെ തന്നെ ആചരിച്ചാലും ഒരു ഹിന്ദുവായി ജീവിക്കാം. കാരണം ഇതൊരു ജീവിത രീതിയാണ്. അതിന് ജീവിത രീതി മറ്റേതെങ്കിലും രാജ്യത്തെ കടം കൊണ്ട ജീവിത രീതിയല്ല. ശാസ്ത്രീയമായി കണ്ടെത്തിയ സത്യങ്ങൾ മാത്രം നിൽക്കുന്ന ഇത് പ്രചരിപ്പിക്കാൻ പഠിക്കാതിരിക്കുക. അഭിമാനത്തോടു കൂടിയിട്ട്. ആദ്യം വേണ്ടത് അഭിമാനമാണ്. ഞാൻ ഹിന്ദുവായി എന്നതിൽ അഭിമാനിക്കുക. ആ അഭിമാനം ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ കൊള്ളരുതാത്ത നമ്മൾ ചിന്തിക്കാം. നമുക്കൊരു സദസ്സിൽ ചെല്ലണമെങ്കിൽ തന്നെ ഞാൻ പറ്റൂ ഒന്നും വേണ്ട. നമ്മൾ ഉടുത്തൊരു ഡ്രസ്സ് ശരിയായില്ല എന്നൊരു തോന്നല് വേറെ ആരും പറയണ്ട. നമുക്ക് തന്നെ ഉടുത്തൊക്കെ കഴിയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഇത് പോരാ എന്നൊരു തോന്നൽ വന്നാൽ അന്ന് മുഴുവൻ പോക്കാം. അന്ന് എവിടെ ചെന്നാലും ഇവിടെ പിടിച്ചില്ലേ, ആകെ എന്തോ ഒരു അബദ്ധം പറ്റിയ ഒരു മാതിരിയാണ്. നമ്മളെന്നെ അങ്ങ് തീരുമാനിച്ചത് കൊള്ളില്ല എന്ന് വേറെ ആരും പറഞ്ഞില്ല. നമ്മളങ്ങ് തീരുമാനിച്ചു. ആ കൊള്ളില്ല എന്ന തോന്നൽ, ഒരു അപകർഷതാ ബോധം വന്നാൽ സ്വയം പുറകോട്ട് മാറും. ഞാൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലേ അല്ലെ, എന്തെങ്കിലുമൊക്കെ ആണ്, ഇനി എനിക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ആക്സിഡന്റലി അല്ല ഹിന്ദു ആക്സിഡന്റലി അല്ല നമ്മളായത്, അപകടവശാലല്ല. നമ്മൾ നമ്മുടെ അർഹത കൊണ്ട്, ഈശ്വര നിയോഗം കൊണ്ട് ഈ മണ്ണിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. ഒരുപാട് പൂർവികരുടെ പാരമ്പര്യം, ആർഷ പാരമ്പര്യത്തിന്റെ അവകാശികളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. ആ അഭിമാനത്തോടു കൂടി ഇതിൽ വിശ്വസിക്കുക, ജീവിക്കുക, പ്രചരിപ്പിക്കുക. ഒരു മടിയും കൂടാതെ പ്രചരിപ്പിക്കുക. ലോകത്തിനൊന്നും തോന്നില്ല.
ലോകത്തിന് വേണ്ടുന്നതാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രചരിപ്പിക്കാൻ കൂടി മടിയില്ല. ഇപ്പൊ നമ്മൾ അതിന് വളരെ വളരെ പിന്നിലാണ് പ്രചരിപ്പിക്കേണ്ട കാര്യത്തില്. പ്രചരിപ്പിക്കുക. ഒന്നുമില്ലാത്തവര് അവരറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കണം. അവർക്കൊരു പിടുത്തമില്ല. ആരോ എഴുതി വെച്ച എന്തോ കാര്യങ്ങൾ അവരെങ്ങ് പ്രചരിപ്പിക്കുന്നു. അവരെന്തൊരു ആത്മവിശ്വാസത്തോടെ ചെയ്യണം. അതിന് എത്ര പൈസയാണ് ചെലവാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ രാത്രി 10 മണി. സ്റ്റേഷനിൽ വെളിച്ചമില്ല, കറണ്ട് എന്തോ പോയിട്ടില്ല. ആ മറ്റേ സ്റ്റേഷൻ ബിൽഡിങ്ങിൽ മാത്രമേ വെളിച്ചുള്ളൂ, പ്ലാറ്റ്ഫോമിലൊന്നും വെളിച്ചമില്ല. ആ നേരത്ത് കസേരയിൽ ഇരിക്കാൻ നോക്കുമ്പോൾ, പ്ലാറ്റ്ഫോമിന്റെ സീറ്റിൽ ഇരിക്കാൻ നോക്കുമ്പോൾ എന്തോ ചിലത് കാര്യമായി മിന്നുന്നു. ഇത് എന്താന്ന് മൊബൈൽ അടിച്ചു നോക്കിയപ്പോൾ നല്ല മേനി കടലാസിൽ മൾട്ടി കളറിൽ പ്രിന്റ് ചെയ്ത 2 പുസ്തകം ഓരോ കസേരയിലും ഇട്ട് പോയിരിക്കുക. ഈ 2 പുസ്തകം ചുരുങ്ങിയത് 50 രൂപ വില വരും ഒരു പുസ്തകത്തിന്. അങ്ങനെയുള്ള 2 പുസ്തകങ്ങൾ വരണോൻ എടുത്തോട്ടെ, മഴ പെയ്താൽ കൊണ്ടോട്ടെ, അങ്ങനെ ഓരോ കസേരയിൽ എറിഞ്ഞു പോയിരിക്കുക. മതപ്രചരണാർത്ഥം. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ ആരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് 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 ഈ സ്ഥാപനം മാത്രമാണ്. അളിയന്റെ തല്ലി കേമ ആരെ പറഞ്ഞ? അളിയൻ തന്നെ. അളിയന്റെ തല്ലി കേമ കൊണ്ടാണല്ല പറയണത്. അളിയന്റെ തല്ലി കേമ 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 പറഞ്ഞത് അളിയൻ തന്നെ. അങ്ങനെയുള്ള സത്യപ്രസ്താവനകൾ കേമ 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 ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. വരും. ലോട്ടറി കച്ചവടക്കാരൻ വിളിക്കണ മാതിരി ഇങ്ങനെയല്ല. അത് പിന്നെ ആർക്കെങ്കിലും കിട്ടിയെന്ന് വരും. ഇത് പിന്നെ കിട്ടുമോ കിട്ടില്ല എന്നിട്ട് ഉറപ്പില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം അല്ലെ. ഇപ്പൊ ആട് തേക്ക് മാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഒരുപാട് പേര് കാശ് കളഞ്ഞു കേരളത്തിൽ. ഒരുപാട് പേര് സ്വയം വിചാരിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുമ്പോൾ ഈ വഴിയൊക്കെ മനുഷ്യന്മാർ കണ്ടെത്തുന്നുണ്ട്. എന്തൊരു സുഖാണ്. ആടിനെ ഒന്നും വളർത്തണ്ട. ഒരു ആട്ടിൻകുട്ടിയുടെ കാശ് കൊടുത്താൽ തമിഴ്നാട്ടിൽ എവിടെയോ ആടിനെ വാങ്ങും, അത് പ്രസവിക്കും, അത്ര ആടാവും, അത് പിന്നെയും പ്രസവിക്കും, ഇത്ര ആടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കാശ് കൊണ്ടുപോയി തുളച്ചു. ആട് തേക്ക് മാഞ്ചിയം 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞപ്പോ ഇതാ വരുന്നു മണിമാർക്ക് എന്താ മണി ചെയ്യും. മൂന്നാളെ ചേർക്ക. അതൊക്കെ പറയുന്നവരുടെ വാഗ്ധോരണി എന്തായിരുന്നു? നിങ്ങളിങ്ങനെ ഇരുന്നാ മതി, ഇങ്ങോട്ട് വരും പണം എന്നാണ്. കോട്ടും സൂട്ടും ഇതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഇത്ര 1000 രൂപ ഞാൻ ഇപ്പൊ കൈപ്പറ്റി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മളെ. പക്ഷെ ഇതൊക്കെ അവസാനം പൊട്ടി 8 നിലയെ പൊട്ടിന്ന് ഉറപ്പായി. വിശ്വാസാഞ്ജലിക്ക് പലരും കേസ് കൊടുത്തു. പക്ഷെ ഇവരൊക്കെ നടത്തുന്ന ഈ വാഗ്ദാനം ഉണ്ടല്ലോ, ഒരാൾക്കും കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പൊട്ടില്ലേ, മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കൊക്കെ കൊണ്ടുപോകാന്നാ പറഞ്ഞ ആർക്കെങ്കിലും അവിടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? അതുകൊണ്ട് ഈ കച്ചവടം നിർബാധം തുടരും. കാരണം ഒരാൾക്ക് അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തു, അത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കണമെന്ന് പറയാൻ പറ്റാത്തോടത്തോളം കാലം ഈ കച്ചവടമൊക്കെ തുടരും. ഹൈന്ദവ ധർമ്മം ആർക്കും സ്വർഗം വാഗ്ദാനം ചെയ്യുന്നില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് താൻ അനുഭവിക്കുക എന്ന കർമ്മ സിദ്ധാന്തം ഒരു സാധാരണക്കാരന് പോലും അറിയുമെങ്കിൽ അതിൽ പ്രചരിപ്പിക്കുക. നമുക്കറിയാത്ത ഒന്നും പ്രചരിപ്പിക്കണ്ട. നമുക്ക് വിശ്വാസമില്ലാത്ത ഒന്നും, നമുക്ക് അനുഭവമില്ലാത്ത ഒന്നും പ്രചരിപ്പിക്കണ്ട. പക്ഷെ നമ്മളാലാകുന്ന വിധം ഇത്തരം സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത് വാക്കുകളിലൂടെയാകാം, വരകളിലൂടെയാകാം, എന്താണോ നമ്മുടെ കഴിവ് അത് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി വിനിയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ. അതിനുകൂടി ഇവിടെ ഇപ്പോൾ വിത്തിട്ട ഈ സ്ഥാപനത്തിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സീഡ് ഗുരുകുലയ്ക്കും ഇവിടെ ഫിറ്റാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ബുദ്ധിജീവികൾക്കും, അല്ലെ ആ പേര് ഉപയോഗിച്ചാൽ മോശമാണ്, ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാകരുത്. അതാണ് ഇപ്പോൾ പലരും ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയല്ലാതെ ബുദ്ധി ലോക കല്യാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ബുദ്ധിയുള്ള അത്തരം ആളുകൾക്കും എല്ലാം അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കേരള ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്ന് എല്ലാ വിധത്തിലുമുള്ള പിന്തുണയും സഹായവും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ. ഹൈന്ദവ ശാസ്ത്രപ്രകാരം ടീച്ചർ നമ്മുടെ ഗുരുവാണ്. ഇതുവരെ ശശികല ടീച്ചർ, ഇന്ന് ഗുരു. അതുകൊണ്ട് ഗുരുനാഥന്മാരെന്ന് വെറുതെ വിദ്യാഭ്യസിച്ച് പോകുന്നത് അർത്ഥമില്ല. ഈ സ്ഥാപനത്തിൻ്റെ എനിക്ക് ശക്തിയും ഊർജവും തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പോസ്റ്റാണ് അവരിരിക്കുന്നത്. അവരോട് ഒരു ചെറിയ ഉപഹാരം അവർക്ക് കൊടുക്കുക. കാരണം ഇത് മറ്റുള്ള സ്ഥാപനങ്ങൾ നടക്കുന്ന പോലെ പൈസ കൊടുത്തു കൊണ്ടുവന്ന്, കാരണം ഇതിപ്പോൾ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ടീച്ചർ പോയി സംസാരിച്ചിരുന്നെങ്കിൽ ലക്ഷം കോടി എന്ന് വേണമെച്ചാൽ പറയാം, ടീച്ചറെ പൊക്കി കൊണ്ടുപോകും. ടീച്ചറോട് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അത് ഞാൻ എത്തിക്കോളാം, അങ്ങനെ പറയരുത് എന്ന് ഞാനൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നു, ഇത് വലിയ IAS അക്കാഡമികളിലും CA ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ മീറ്റിങ്ങുകളിലും പറയാൻ ഇത്രയും അധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ശശികല ടീച്ചറായാലും ദേവസ്വരഞ്ജി ആയാലും ഒക്കെ
അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പൈസ കൊടുത്ത് തീർക്കുന്നതല്ല ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ. പക്ഷേ അതേ സമയത്ത് ഞങ്ങളുടെ ഒരു ഇത്, കാരണം ഈ സ്ഥാപനത്തിന് വേണ്ട ഉപദേശങ്ങൾ അവിടുന്ന് പലതും വന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല അതൊക്കെ ഇങ്ങനെയൊക്കെ ആവുമെന്നുള്ളത്. പക്ഷെ ആക്കിയെടുക്കുന്നവരെല്ലാം കൂടി പറഞ്ഞിട്ട് പിന്നെ എൻ്റെ പത്നി അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീലതയോട് വന്ന് അവരുടെ നിന്ന് അനുഗ്രഹം മേടിക്കാൻ ഞാൻ. ഒപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എൻ്റെ വീട്ടിൽ രാവിലെ 3 മണി മുതലൊക്കെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ കുട്ടിയുണ്ട്. അവളുടെ പേര് ഭാഗ്യ എന്നാണ്. ആ കുട്ടിയോട് ജയസൂര്യൻ ജിക്കും കൊടുക്കുക. കാരണം ഇത് ഗുരുകുലം എന്ന് പറയുമ്പോൾ പണ്ടൊരു ഗുരുപത്നി ഉണ്ടാവും, അതിൽ കുറേ ആൾക്കാരും ഉണ്ടാവും, കഥാപാത്രങ്ങൾ. ഒഴിവാക്കണ്ട നമുക്കത്. എല്ലാം സിംബോളിക്കായിട്ട് നടക്കട്ടെ ദൈവമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇതൊരു ഏകൽ വിദ്യാലയം എന്നാണ് പേര് കൊടുത്തു പോയത്. ഒരു അധ്യാപകനും കുറേ കുട്ടികളും സാധിക്കുമോ എന്ന് ചോദിച്ചു. ഇതിലും വലുത് മുനീശ്വരന്മാരും ഋഷീശ്വരന്മാരും ചെയ്തു പോയി. സാധിക്കുമോ നമുക്ക് നോക്കാം. മനസ്സിലായില്ല. ഒരുപാട് അധ്യാപകരുള്ളപ്പോൾ ഒരുപാട് പ്രശ്നം പറഞ്ഞ് ടീച്ചർ പറഞ്ഞ പോലെ കൺഫ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾ. കൺഫ്യൂഷൻ വേണ്ട, ഒരൊറ്റ സെർട്ടനിറ്റി. ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് കാരണം സത്യം ഒന്നേ ഉള്ളൂ. അത് റിട്ടേൺ ബൈ ആരാന്ന് ഇപ്പോഴും അറിയില്ല. അത് ഞങ്ങളൊക്കെ അന്വേഷണം നടക്കുന്നു, കിട്ടാനില്ല. സത്യം ഒന്നേ ഉണ്ടാവുള്ളൂ. ആ സത്യത്തെ നമ്മൾ പല രൂപത്തിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും ടീച്ചറെ ഇത്രയും സമയം ഈ നന്ദി പ്രകാശിപ്പിക്കാനുള്ള ചടങ്ങുണ്ട്, അതിനും പ്രാധാന്യമുണ്ട്. ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ഞാനിന്ന് ട്രെയിനിങ് കൊടുത്ത് ഇന്നിപ്പോൾ നല്ലൊരു പൊസിഷനിലെത്തിയ ഇവിടെ വലിയൊരു ഗ്രൂപ്പിൻ്റെ കൺസൾട്ടൻ്റാണ്. ഇതിന് ഒരുപാട് കൺസൾട്ടൻസിൻ്റെ കഴിഞ്ഞ ഒരാഴ്ച വിളിച്ച അദ്ദേഹത്തിന് കിട്ടിയില്ല, നോട്ടീസിൽ പേര് വയ്ക്കാൻ സാധിച്ചില്ല, ഭയങ്കര ബിസി ആയിരിക്കണം ആൾക്കാരൊക്കെ. അപ്പോൾ പക്ഷെ ഞാൻ വിളിച്ച് ചോദിച്ചു, കിട്ടിയ കഷ്ടകാലത്തിൻ്റെ ഓക്കിന് നല്ല കാലത്തിൻ്റെ ഓക്കിന് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിൻ്റെ ഓക്കിന് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ കിട്ടിയ ആളെ വരാൻ പറ്റുമോ സാർ? ഞാൻ എന്നാണ് ഇപ്പോൾ എത്തിയത് ഇവിടെ. സാർ എന്താ സാർ പ്രശ്നം എന്ന് ചോദിച്ചു. എവിടെച്ചാൽ വിളിച്ചോളൂ സാറേ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ബിസി ആയിട്ടുള്ള ഒരാൾ വിളിച്ച് വരാം എന്നൊക്കെ പറയുമ്പോൾ ഗുരുവിനേക്കാളും അമ്മയ്ക്ക് കൊടുക്കരുത്, ഭാര്യയ്ക്ക് കൊടുക്കണം, ഗുരുവിനെ തല്ലണം. അമ്മയ്ക്ക് കൊടുക്കരുത്. അമ്മയ്ക്ക് നിങ്ങളുടെ പേഴ്സൺ എടുക്കാനുള്ള അധികാരമുണ്ട്. ഭാര്യയ്ക്ക് കൊടുക്കണം. ഭാര്യ സംരക്ഷിക്കും. അവർക്ക് വേണ്ട എല്ലാവിധത് കൊടുത്തിട്ടും കൊണ്ടുപോകണ്ടേ. ഇപ്പോൾ ഇവരോട് ഞാൻ എപ്പോഴും പറഞ്ഞത് അകത്തിരിക്കേണ്ടവളല്ല നിങ്ങൾ, പുറത്തു പോവാ, അടുക്കളയിലെ പണിക്ക് ഞാനും കൂടാം, നമുക്ക് ഒന്നിച്ച് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞു സമ്മതമായിട്ടുണ്ട്. ഗുരുവിനെ തല്ലണം എന്ന് പറഞ്ഞാൽ ഗുരുവിനേക്കാളും ശിഷ്യൻ എന്നു വലുതാവും. ആരോ വിളിച്ചു പറഞ്ഞു സാർ ഞാൻ സാറിനേക്കാളും ക്യാമനായിട്ടോ പറഞ്ഞു. വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കണ്ണടക്കല്ലേ എന്ന് വെച്ചു. കാരണം ഞാൻ ചിലപ്പോൾ പഠിച്ചതിനേക്കാളും കൂടുതൽ ഇവരെ വലിയ വലിയ ടെക്നിക്കൽ ടേംസാണ് ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ളത്. എനിക്കറിയില്ല അത്. ഇവിടെ കമ്പ്യൂട്ടറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ 24 നില പൊട്ടും പോലെ പറയും. നമുക്കോട്ട് അറിയണമില്ല അത് എന്താണെന്നുള്ളത്. ഇങ്ങോട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അല്ല അതല്ലാണ്ട് തന്നെ പഠിക്കാൻ ബുദ്ധിക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നുകൊണ്ട് അപ്പം അങ്ങനെ അമേരിക്ക മുതലൊക്കെ കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ലോകത്തിലെ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളുണ്ടോ അവിടെ എല്ലാം നമ്മുടെ പിള്ളേർ ഇപ്പോൾ വളരെതായിട്ട് വരേണ്ട വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പത്തികത്തിനും ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ നമുക്ക് ഡൊണേഷൻ കിട്ടും. ഇപ്പോഴും ചോദിച്ചു സാർ എന്താ വേണ്ടത് ചോദിച്ചു. ഒന്നും വേണ്ട, നടക്കട്ടെ പറഞ്ഞു. ഫിറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിങ്ങൾ മെമ്പർഷിപ്പ് സാർ എത്ര ആയിരം അയക്കേണ്ടത് സാർ ബാങ്ക് അക്കൗണ്ട് പറയുമോ പറഞ്ഞു. ഡോളറിൽ വേണോ പൗണ്ടിൽ വേണോ വെച്ചു. ഒന്നും വേണ്ട, 5 പൈസ കളക്ട് ചെയ്ത് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ഇൻകോ ഇല്ല, എക്സ്പെൻസും ഇല്ല, അസറ്റും ഇല്ല, ലയബിലിറ്റി ഇല്ല. ഒന്ന് മാത്രം ബുദ്ധി, നിങ്ങളുടെ കുറച്ച് സമയം ഒരു ഭാഗത്ത് ബുദ്ധി വയ്ക്കാം, പിന്നെ മറ്റേ ഭാഗത്ത് നമുക്ക് അതിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ ഹിന്ദു ഇത് നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ ഈ സംസ്കാരത്തെ അഭിമാനത്തോടുകൂടി പറയൂ ഞാനൊരു ഹിന്ദുവാണെന്ന് എന്ന് പറയാൻ ധൈര്യത്തെ നട്ടലുള്ള കുറച്ച് ആൺകുട്ടികളും കുറച്ച് പെൺകുട്ടികളും അവർ വർക്കുന്ന സ്ഥാപനങ്ങളും അതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലുള്ള IAS ഉദ്യോഗസ്ഥരും ഒക്കെ നമുക്കിന്ന് ആവശ്യമാണ്. അത് കാരണം കൊണ്ടാണ് ഈ ജൂനിയർ കോളേജുള്ള വെച്ചാൽ മറ്റേ CA എന്ന് പറയുമ്പോൾ 50 പേരെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ സമയം വീണ്ടും ബാക്കി ദൈവം തന്നിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്നതും ശ്മശാനത്തേക്കുള്ള യാത്രയുടെ എണ്ണം ദിവസവും സമയവും കുറഞ്ഞു വരുന്നു. ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു തുക്കട പാരലൽ കോളേജ് തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിൻ്റെ അഡ്മിഷനൊക്കെ എത്രയായി, എത്ര ആൾക്കാർ വന്നു, എത്ര ഡൊണേഷൻ കിട്ടി വെച്ചു, ഒന്നും ആയിട്ടില്ല. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേപ്പർ എവിടെയോ കിടക്കുന്നു, ആരെടുത്തോ കിടക്കുന്നു. ദൈവം അനുഗ്രഹിച്ചിട്ടെല്ലാം ശരിയായി വരുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സത്യവും ധർമ്മമാണ്. ആ അധ്യക്ഷനുള്ളിടത്തോളം കാലം നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന പൈസ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ട സമയത്ത് അവിടെ വന്നോളൂ. ഞാൻ ശ്രീലതയോട് ഒന്ന് അവർക്കത് ഉപഹാരം കൊടുത്ത് അവർ അനുഗ്രഹം മേടിക്കണം. മൂത്ത സഹോദരിയാണ്, എന്നേക്കാൾ 1 വയസ്സ് മീതെയാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, അവർ അനുഗ്രഹം മേടിക്കണം. ആ ഉപദേശത്തിനാണ്, പ്രായത്തിനല്ല ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കൊടുത്ത ഒരു അനുഗ്രഹം മേടിക്കാം.
ഒരു 1000 രൂപയോ 2000 രൂപയോ നിർത്തുന്ന പരിപാടി അല്ലാതെ ഒരു കോൺസെപ്റ്റ് ഇനി ഭാവിയിൽ ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേജിൽ വെച്ച് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു ഗുരുകുലത്തിന് ഇതൊക്കെ വേണം, എങ്കിലേ ഗുരുകുലം കംപ്ലീറ്റ് ആവാൻ പാടുള്ളൂ. അടുത്ത് ഞാൻ പറഞ്ഞ മഹൽ വ്യക്തിയെ ഞാൻ ബാക്കിലിരിക്കുന്നുണ്ട്. വളരെ ഫേമസ് ആണെന്ന് കേൾക്കണം. വിമൽ വേണു ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. അദ്ദേഹത്തിന് നിങ്ങളെല്ലാം കുട്ടികളെല്ലാം ചെയ്യുന്നതാണ്. അദ്ദേഹവും ഓട്ടോ ടാക്സി കൊടുക്കുന്നത്. +2 കഴിഞ്ഞ വഴിക്ക് എൻ്റെ അടുത്ത് വന്ന് പെട്ടതാണ്. ഒരു കാരിയർ ഗൈഡൻസ് കൂടെയാണ് എൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. ഇന്നിപ്പോൾ അയാൾ എന്താണെന്നുള്ള അയാൾ പറഞ്ഞോട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർജി, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഗോവിന്ദുണ്ണി സാർ, ഇന്നത്തെ വിശിഷ്ട വ്യക്തി അഡ്വക്കേറ്റ് ജയസൂര്യൻ അദ്ദേഹം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശശീല ടീച്ചർ, ഇന്ന് നമ്മുടെ സീഡ് ഗുരുകുലയുടെ ജൂനിയർ കോളേജിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒരു സന്തോഷാവസരമാണ്. അത് സത്യത്തിൽ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നെന്മാറ വല്ലങ്കിവേലയുടെ വെടിക്കെട്ട് കഴിഞ്ഞ ഒരു പ്രതീതിയാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തികളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മളുടെ മുഖ്യാതിഥി അഡ്വക്കേറ്റ് ജയസൂര്യ അദ്ദേഹത്തിൻ്റെ ആമുഖ സംഭാഷണത്തിൽ പറയേണ്ടതായി, അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് വിളിച്ചതിന് അദ്ദേഹം യോഗ്യനാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം എന്തുകൊണ്ടും അതിന് യോഗ്യനാണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ടാവും. അങ്ങയുടെ വിലയേറിയ അറിവ് ഇവിടെയുള്ള എല്ലാവർക്കും പകർന്നു തന്നതിലും ഈ അവസരത്തിൽ പങ്കെടുത്ത് ഇതൊരു വലിയൊരു ചടങ്ങാക്കി മാറ്റിയതിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വിദ്യാദദാതി വിനയം വിനയാദ്യാദി പാത്രതാം പാത്രത്താധ്വനമാപ്നോതി ധനാധർമ്മം തദസുഖം. വിദ്യാധനമാണ് എല്ലാ ധനത്തിനേക്കാൾ വലുത്. അതുകൊണ്ട് തന്നെ ശശീല ടീച്ചർ നേരത്തെ പറയണ്ടായി, അവർ വാങ്ങിച്ചാണ് ശീലം, കൊടുത്തല്ല എന്ന്. മറിച്ചാണ് അവർ കൊടുത്താണ് ശീലം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്കും അതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള പൊതുവിജ്ഞാനം, ഹിന്ദുത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് അറിവ് കൊടുത്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ വാങ്ങിച്ചല്ല, കൊടുത്തു തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടും ഇങ്ങനെ ഒരു ചടങ്ങിന് അവർ വളരെയധികം യോഗ്യ ആയിട്ടുള്ള ഒരു ഉദ്ഘാടകയാണ്. അവരും അവരുടെ വിലയേറിയ സമയം ഈ ഒരു ചടങ്ങിൽ മാറ്റിവെച്ച് ഇത്രയും അധികം കാര്യങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഉപദേശമായിട്ടോ അല്ലെങ്കിൽ കഥയുടെ രൂപത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക ഹാസ്യ രൂപത്തിലോ ഞങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ ഇടയായി. പ്രത്യേകം ഈ ഒരു അവസരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഗുരുനാഥനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കറിയില്ല, നേരത്തെ ഉള്ളവർ പറഞ്ഞ പോലെ അത്രയ്ക്കൊന്നും ആയില്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല, എവിടെയും എത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ നമുക്കൊക്കെ ചെയ്യാനുണ്ട്. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുകയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു ഭാവിയിലേക്കുള്ള നല്ലൊരു വഴികാട്ടുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാനും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി മാറിയത്. അതേപോലെ എന്നെ പോലെ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഈ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടും മറ്റ് പല പ്രൊഫഷണൽ മേഖലയിലും വിജയം കൈവരിച്ചിട്ടുള്ളതായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരു ഗുരുനാഥൻ തുടങ്ങുന്ന ഒരു പുതിയൊരു ജൂനിയർ കോളേജ് എന്നുള്ളൊരു ആശയം വരുമ്പോൾ എന്തുകൊണ്ടും അതിന് നമ്മളെ വിളിക്കുന്ന സമയത്ത് മറ്റെന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ഇങ്ങനൊരു പരിപാടിക്ക് പങ്കെടുത്തേ പറ്റൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കിയില്ല, അദ്ദേഹം വിളിച്ചു, ഉടനെ വരാമെന്ന് ഏൽക്കുകയും വന്നപ്പോൾ അത് വരാതിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോയേനെ എന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഇതിന് വിളിച്ചതിന് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഗുരുനാഥനായ ശ്രീ ഗോവിന്ദുണ്ണി സാറിനോട്. ഈ
സീഡ് ഗുരുകുല പ്രസ്ഥാനത്തിന്റെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടുത്ത ഈ ജൂനിയർ കോളേജിലേക്ക് ചേരാനും അല്ലെങ്കിൽ ഇതിന്റെ ഭാവി പരിപാടികളുമായി സഹകരിക്കാനും തീരുമാനിച്ചിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു, നന്ദിയും അറിയിപ്പിക്കുന്നു ഈ ഒരു ചടങ്ങിന് വന്നതിന്. പിന്നെ ഈ ഈവന്റ് ഇവിടെ കവർ ചെയ്യാൻ എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകർ, അതുപോലെ ഈ ഹാള് നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ടോപ്പ് ആൻഡ് ടോൺ അതിൻ്റെ അധികൃതർ, ലൈറ്റ് ആൻഡ് സൗണ്ട് സർവീസ് ചെയ്യുന്നവർ, മറ്റ് എല്ലാവരോടും ഈ അവസരത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.